എന്താ മുത്തോളം നിങ്ങൾക്ക് പണി ഇവിടെ? എന്താ കടല ഇതിന്ന് വെറുക്കണു മറ്റേ മിച്ചറിന്? അതെന്താ അറിയാ, ഇതില് കൊറേ കടലുണ്ട്. ചമ്മന്തി ഉണ്ടാക്കിയത് ചമ്മന്തി ഉണ്ടാക്കിയത് കഴിക്കാനെടുത്തായിരുന്നു കേട്ടോ. അപ്പൊ കൊറേ കടലുണ്ടായിരുന്നു. അപ്പൊ എന്റെ പപ്പാന്റെ നല്ല പ്രൈവേറ്റ് സമ്മന്തി ആയിരുന്നു, കടല സമ്മന്തി. അപ്പൊ അത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അത് ഉമ്മമ്മയാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പപ്പാക്കന്ന് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. പക്ഷെ ഇത് വറുത്തതായിരുന്നു. എന്നാലും നമുക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഉമ്മാന്റെ വീട്ടിലേക്ക് പോകുമ്പോ എപ്പോഴും പപ്പ ഈ സമ്മന്തി ഉണ്ടാക്കാൻ കടല കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് അതേപോലെ ശരിയാവുമെന്ന് നോക്കാം. അപ്പൊ നമ്മളെ പപ്പയും മമ്മി ഇപ്പൊ ജീവിച്ചിരിക്കില്ല കേട്ടോ. അപ്പൊ നമ്മളെ ഓരോ ഓർമ്മക്ക് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളെ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വരിട്ട നമുക്ക് മുളക്, നമ്മളെ മുളകൊക്കെ ഒന്ന് ചുട്ടോക്കട്ടോ. മമ്മ ഉണ്ടാക്കണ മാതിരി ആകും നമുക്ക് നോക്കാം. മമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഉണ്ട് കേട്ടോ. അപ്പൊ അടുപ്പിൽ തീയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് ഗ്യാസുമ്മ ചുട്ടതാണ്. കുറേ കടലില്ല മിച്ചർ ചെയ്യുന്നു കേട്ടോ. അത് നമുക്ക് കുറേ കഴിക്കാനായിട്ട് മടുപ്പ് തോന്നും. നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളെ മുളക് ഇട്ട് കൊടുക്കട്ടോ. ഇതിന്റെ തൊലി കളയാട്ടോ. തൊലി കളയാം. തൊലി കളയാൻ ഇതൊരു തുടക്കാൻ പണിയായില്ലേ? ഇട്ട് കൊടുക്ക. ഇപ്പൊ അമ്മ അത് മിക്സിയിലാട്ട് ഉണ്ടാക്കിയത്. നമ്മൾക്ക് കുറച്ചായതുകൊണ്ട് ഇതിലിട്ട് കാട്ട്. അതൊക്കെ എത്ര പാല് നോക്കണുണ്ട് കേട്ടോ. കൂടുതൽ നല്ലത് കല്ലമ്മലി ഉണ്ടാക്കുമ്പോ കൊറേ ടൈം തിന്നലടങ്ങിക്കണു. എങ്ങണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാണെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. ഉണ്ടാക്കുക തിന്നട്ടോ. ഒരാളൊന്നും നോക്കി ഉണ്ടാക്കി കജ്ജിനോട് തീറ്റ അജ്ജുണ്ടല്ലോ. രസമുണ്ട് കേട്ടോ. മുളക് നല്ല എരിയുണ്ടല്ലേ. മുളക് കുറച്ച് കുറക്കാനും. ഇപ്പൊപ്പാക്ക് തീരെ മുളക് ഇടല്ല. മുളക് ഇത്രയൊക്കെ എരിവുണ്ടാവും എന്ന് വിചാരിച്ചില്ല. അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല പൊടി ആവും കേട്ടോ. മിക്സിയിലാണെങ്കിൽ നല്ല പൊടി ആവും. എരിവ് പറഞ്ഞ കുഞ്ഞിന് നല്ല തീറ്റയാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞേക്കിന് ഒരാൾ കാട്ടണ് നോക്കാൻ നിങ്ങള്. വല്ലാത്ത പരിപാടി. വേഗം വളർത്താൻ കഴിക്കട്ടോ. ഇവിടെ സമ്മന്തി ഇവിടെ നോക്കാൻ നിങ്ങൾ നേരത്തെ കാലത്ത് വേഗം ചോറുന്നാ നിനക്ക് സമ്മന്തി കണ്ടപ്പോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ. വീഡിയോ അവസാനിച്ചില്ലെങ്കിൽ സമ്മന്തി കഴിയും. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല വറുത്ത കടലോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളിത് മിച്ചറിൽ കുറെ കടല ഉണ്ടപ്പോ വെറുതെ ഉണ്ടാക്കി നമ്മളെ പപ്പാന്റെ ഓർമ്മക്ക് നമ്മളൊരു സമ്മന്തി ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളു കേട്ടോ. ഒന്ന് കട്ടേക്കാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ. അസ്സലാമു അലൈക്കും.